നമസ്കാരം. ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഇട്ടിരുന്നു. ഫിൽറ്റർ പേപ്പർ ടെസ്റ്റ് ഉപയോഗിച്ച് പെട്രോൾ പമ്പിൽ എങ്ങനെ പെട്രോളിൻ്റെ ക്വാളിറ്റി ഗുണനിലവാരം ചെക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആ ഷോർട്സ് ഏകദേശം 18 ലക്ഷം പേര് ഇതുവരെയും കണ്ടു. ഒരുപാട് പേര് അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിലേറ്റവും കൂടെ വന്ന ഒരു ചോദ്യം ഇതാണ്: എന്ത് സംഭവിച്ചു, ആ ഫിൽറ്റർ പേപ്പറിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് അത് ഉണങ്ങിയോ, അതിലെന്തെങ്കിലും പാടുകൾ വന്നോ എന്നുള്ളതാണ് ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞോട്ടെ, എൻ്റെ ലക്ഷ്യം അവിടെ ആ ഒരു പെട്രോൾ പമ്പിൻ്റെ കുറ്റമോ കുറവോ കണ്ടെത്തുക എന്നുള്ളതല്ലായിരുന്നു. അത് എൻ്റെ വിഷയമാണ്. അതായത് എൻ്റെ നാട്ടിലുള്ള ഞാൻ പെട്രോൾ അടിക്കുന്ന പമ്പിൻ്റെ വിഷയമാണ്. അപ്പോൾ അത് ഈ കേരളത്തിൽ മൊത്തം കണ്ടിട്ടുള്ള ഓരോ ആൾക്കാരുടെ വിഷയമല്ല. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ നാട്ടിലുള്ള പെട്രോൾ പമ്പിൽ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ട് അവിടെ ഗുണനിലവാരമുള്ള പെട്രോളാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതിനു വേണ്ടിയുള്ളൊരു ബോധവൽക്കരണം. അതായത് ഇങ്ങനൊരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ ആസ് എ കൺസ്യൂമർ നമ്മുടെ അവകാശമാണ് ഇങ്ങനൊരു ടെസ്റ്റ് ആവശ്യപ്പെടാനും അത് ചെയ്യാനും എന്നുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അല്ലാതെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ പെട്രോളിൻ്റെ ഗുണനിലവാരം ചെക്ക് ചെയ്യാനോ അല്ല. ഇങ്ങനൊരു ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മുടെ അവകാശത്തിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ ഒരു ഫിൽറ്റർ പേപ്പർ എല്ലാ പെട്രോൾ പമ്പിലും ഫ്രീ ഓഫ് കോസ്റ്റിൽ കൺസ്യൂമറിൻ്റെ ആവശ്യപ്രകാരം അവർ കൊടുക്കണമെന്നും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് നിയമപരമായിട്ടുള്ള നമ്മുടെ അവകാശമാണ്. ഇങ്ങനൊരു അവകാശമുണ്ടെന്നുള്ളൊരു ബോധവൽക്കരണം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ വീഡിയോ, ആ ഷോർട്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമതിനകത്തേറ്റ് കണ്ട ഒരു ഇതാണ് ഇന്ന് കെരസിൻ, അതായത് ഞാൻ പറഞ്ഞു മണ്ണെണ്ണ ചേർക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതിനെ കളിയാക്കിക്കൊണ്ടും അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് പേര് ആ ഒരു കമൻ്റ് ഇട്ടിരുന്നു. കുഴപ്പമില്ല, കാരണം എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് പെട്രോൾ പമ്പിൽ പെട്രോളിൽ മണ്ണെണ്ണ മിക്സ് ചെയ്യുന്നത് ഇപ്പോഴത്തെ അല്ല, കുട്ടിക്കാലത്ത് അന്ന് അങ്ങനെയാണ് കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണത്. അല്ലാതെ ഇന്ന് പെട്രോളിനെക്കാട്ടിയും കൂടുതൽ വില മണ്ണെണ്ണയ്ക്കുണ്ട്. അപ്പോൾ അതൊരിക്കലും കിട്ടത്തില്ല, അതല്ലെങ്കിൽ അതിനകത്തോട്ട് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം അവിടെ പെട്രോളിനകത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നോ ഉള്ളതൊന്നും അല്ലാതെ പെട്രോളിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നത് വഴി അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെ കേടാക്കും. അപ്പോൾ അത്തരം മിക്സിങ് കണ്ടെത്താൻ അതിനൊരു ഉദാഹരണമായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞതാണ് കെരസിൻ. ഇനി കെരസിൻ എത്ര വില കൂടിയെന്ന് പറഞ്ഞിട്ടും നമ്മുടെ പെട്രോളിനകത്ത് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയെ സാരമായി തന്നെ ബാധിക്കും, വണ്ടിയുടെ എഞ്ചിനെ ബാധിക്കും. അതിന് കെരസിൻ ആയാലും ഡീസലായാലും. അപ്പോൾ ഡീസൽ വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിക്കാനും പെട്രോൾ വണ്ടിക്കകത്ത് ഡീസൽ ഒഴിക്കാനും പറ്റത്തില്ല. അപ്പോൾ അത് കൂടിയതാണോ കുറവാണോ എന്നുള്ളത് വിഷയമല്ല. ഒരു വേറെ ഏതെങ്കിലും ഒരു പദാർത്ഥം അതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ ബാധിക്കും. അതിനൊരു എക്സാമ്പിളായിട്ടൊരു പദാർത്ഥം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു പദാർത്ഥം കെരസിൻ മണ്ണെണ്ണ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അതിനെ ഒരുപാട് പേര് ചോദ്യം ചോദിച്ച് കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ ഞാൻ ആ ഉദ്ദേശിച്ച കാര്യം. ഇനി അതിൽ വന്ന അടുത്തൊരു ചോദ്യം ഏറ്റവും കൂടുതൽ വന്നത് ഇതിനകത്ത് എത്തനോൾ മിക്സ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഇപ്പം പുതിയ സർക്കാരിൻ്റെ ഒരു സർക്കുലർ പ്രകാരം പെട്രോളിനകത്ത് നമുക്ക് എത്തനോളോ അല്ലെങ്കിൽ മെത്തനോളോ മിക്സ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എത്തനോളാണ്. 5% മുതൽ 30% വരെ മിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 10 മുതൽ 15% വരെ മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെട്രോൾ പമ്പിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു 10 മുതൽ 15% വരെ മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിൽ തട്ടിപ്പിന് ഇരയാവാനുള്ള സാധ്യതയുണ്ട്. ആസ് എ കൺസ്യൂമർ, ആസ് എ ഉപഭോക്താവ് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. നമുക്ക് കിട്ടുന്ന ഏതൊരു ഉൽപ്പന്നമായാലും അത് നമുക്ക് കൃത്യമായി ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമുക്ക് കിട്ടുന്നെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തുന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് പെട്രോൾ ആയാൽ പോലും. കാരണം 100 രൂപയുടെ 200 രൂപയുടെ പെട്രോൾ അല്ല, നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത വണ്ടിക്കകത്താണ് ഈ പെട്രോൾ അടിക്കുന്നത്. അപ്പം നമ്മളത് കൃത്യമായി ഗുണനിലവാരമുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. പെട്രോൾ പമ്പിൽ സാധാരണയായി നടക്കുന്ന തട്ടിപ്പുകൾ ഒന്ന് ഷോർട്ട് ഫ്യൂവലിംഗ് എന്ന് പറയും. ഷോർട്ട് ഫ്യൂവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആരെങ്കിലും 200 രൂപയുടെ ഒരു കൗണ്ടിങ് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് 200 രൂപ പെട്രോൾ അടിച്ചു, അത് വന്നു. നമ്മൾ 1000 രൂപ പെട്രോൾ അടിക്കുമ്പോൾ അവർ ആ സാധനം എടുത്തിട്ട് സീറോ ആക്കാതെ എന്ത് ചെയ്യുന്നു, സീറോയിങ് അവർ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പെട്രോൾ അടിക്കുന്നു. 1000 രൂപയുടെ പെട്രോൾ നമുക്ക് യഥാർത്ഥത്തിൽ 800 രൂപയുടെ പെട്രോൾ കിട്ടുന്നു. നമ്മൾ 1000 രൂപ പേ ചെയ്യുന്നു. ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പെട്രോൾ അടിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് നോക്കണം, മെഷീനിലേക്ക് നോക്കണം. അത് 00 ആക്കാനുള്ള ശ്രദ്ധിക്കണം. ഈ തൊട്ടിപ്പ് വളരെ കോമൺ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് മിക്കുള്ള പെട്രോൾ പമ്പിൽ ചെന്നാലും നമുക്ക് അവിടെ പെട്രോൾ അടിക്കുന്നവർ നമ്മളെ വിളിച്ച് സാർ നോക്കൂ ദാണ്ട 00 ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്യിക്കുന്നത്. കാരണം ഒരുപാട് ഈ കേസുകൾ ഒരുപാട് മുമ്പിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവണത തുടങ്ങിയത്.
അടുത്തതാണ് ഇലക്ട്രോണിക് ചിപ്പ് ഉപയോഗിച്ച് നമ്മൾ 1000 രൂപയുടെ അല്ലെങ്കിൽ 2000 രൂപയുടെ പെട്രോളൊക്കെ വാങ്ങുമ്പോൾ അവർ അതിനകത്ത് ഇത്ര 1000 രൂപ വാങ്ങുമ്പോൾ ശരിക്കും 950 രൂപയുടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ അവരെന്ത് ചെയ്യും, പെട്രോൾ മുക്കാനുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെക്കും. നമുക്ക് കാണുമ്പോൾ നമുക്ക് 1000 രൂപ കാണിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ടാങ്കിലേക്ക് 950 രൂപ അല്ലെങ്കിൽ 970 രൂപയുടെ പെട്രോളേ വരുന്നുള്ളൂ. ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ അളന്നേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വാണ്ടിറ്റി എങ്ങനെ അളക്കാം? ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ടെസ്റ്റിൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച ടെസ്റ്റ് പോലെ തന്നെ നമുക്ക് എല്ലാ പെട്രോൾ പമ്പിലും 5 ലിറ്ററിൻ്റെ ഒരു കന്നാസ് ഉണ്ടാവണം. അത് ഒരു ക്യാൻ, അതിനകത്തോട്ട് പെട്രോൾ ഒഴിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് 5 ലിറ്റർ ഇവരുടെ മെഷീനിൽ ഉപയോഗിച്ച് ഒഴിക്കുമ്പോൾ അത് നിറഞ്ഞിരിക്കണം. അഥവാ അത് നിറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ഇവർ ഈ പറയുന്ന അളവിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടെന്ന്, ക്വാണ്ടിറ്റിയിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടെന്നാണ്. അടുത്തൊരു വലിയ തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെട്രോൾ അടിക്കാൻ ചെല്ലുന്നവർക്ക് ഇവർ പ്രീമിയം പെട്രോൾ അടിച്ചു കൊടുക്കും. സിന്തറ്റിക് പെട്രോൾ സാധാരണ പെട്രോളിനെക്കാട്ടിയും കുറച്ചും കൂടെ വില കൂടുതലാണ്. അപ്പം നമ്മൾ ചോദിക്കുന്നതിന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പെട്രോളിലേക്ക് അടിച്ചിട്ട് അത് നമ്മൾ അധികം ചാർജ് ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പെട്രോൾ പമ്പിൽ ചെന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട പെട്രോൾ തന്നെ അവരെ കൊണ്ട് അടിപ്പിക്കുക. നമുക്ക് പ്രീമിയം വേണ്ടെങ്കിൽ പ്രീമിയം അടിക്കേണ്ട. പ്രീമിയം അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവും തോന്നില്ല. കാരണം സാധാരണ നമ്മൾ നമ്മുടെ പെട്രോൾ ടാങ്ക് കിടക്കുന്ന പെട്രോൾ ഏതോ അതിനനുസരിച്ചുള്ള പെട്രോൾ തന്നെ അടിക്കുക, അതാണ് നല്ലത്. ഇനി നമ്മുടെ ഫിൽറ്റർ പേപ്പർ ടെസ്റ്റ്, നമ്മൾ ചെയ്ത ടെസ്റ്റ്, നമ്മുടെ കഴിഞ്ഞ ഷോർട്സിൽ ചെയ്ത ടെസ്റ്റ്. ഈ ടെസ്റ്റ് വഴി പെട്രോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ഇപ്പം പെട്രോളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ, വേപ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു വെള്ളം പെട്രോളോടെ മിക്സ് ചെയ്തില്ലെന്ന്. കറക്റ്റാണ്, ഡെൻസിറ്റി മാച്ച് ചെയ്യാത്തതുകൊണ്ട് അത് ഒരിക്കലും മിക്സ് ചെയ്തില്ല. പക്ഷേ പെട്രോളിൽ വെള്ളമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പെട്രോളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാം. എല്ലാ പെട്രോൾ പമ്പുകാരും അവരുടെ പമ്പിൻ്റെ അണ്ടർഗ്രൗണ്ട് ടാങ്ക് സ്റ്റോറേജിൽ 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അവർ വാട്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് വെള്ളം അതിൽ കലർന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം ഇതിന് കയറത്തില്ലെങ്കിൽ പിന്നെ ഈ ടെസ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ വെള്ളം ഇതിലേക്ക് മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് വന്ന് നമ്മുടെ ടാങ്കിനെയും നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെയും കേടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെട്രോളിനകത്ത് അല്ലെങ്കിൽ ഡീസലിനകത്ത് വെള്ളത്തിൻ്റെ വേപ്പർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചെക്ക് ചെയ്യുക തന്നെ വേണം. അത് എല്ലാ പമ്പുകളും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബാനർ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ബാനറാണ്. അപ്പോൾ അവർ ഈ 3 ടെസ്റ്റുകളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യുന്നവർക്ക് ചില സമയങ്ങളിൽ റിവാർഡ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്തതല്ല, പെട്രോൾ കമ്പനികൾ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ്. അടുത്തത് നമ്മുടെ ഈ ഫിൽറ്റർ ടെസ്റ്റ് വഴി നമുക്ക് നമ്മുടെ പെട്രോളിൽ ശുദ്ധമായ പെട്രോളാണോ അതോ ഇതിൽ എന്തെങ്കിലും പൊടിപടലങ്ങളോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വല്ലതും മിക്സ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വെള്ള പേപ്പറിൽ അതിൻ്റെ പാട് അവശേഷിക്കും. അതല്ല അതിലെന്തെങ്കിലും മറ്റുള്ള കെമിക്കൽസ് വല്ല മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വേറൊരു കളറായിട്ട് നമുക്ക് ആ വൈറ്റ് പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും പാടുകൾ വരികയോ അല്ലെങ്കിൽ ഇത് ടോട്ടലി വേപ്പറായി ആ പേപ്പർ സാധാരണ രീതിയിൽ ആവാതിരിക്കുകയോ ചെയ്താൽ ഈ പെട്രോൾ അഡൾട്ടേഡ് ആണ്, അല്ലെങ്കിൽ അത് ഇതിൽ എന്തോ മാലിന്യം അല്ലെങ്കിൽ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടെസ്റ്റ് വഴി ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രൈമറി ടെസ്റ്റാണ്. നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ്. നമ്മൾ മിക്കുള്ളത് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നൊരു കാര്യമാണ്, ഈ പമ്പിൽ പെട്രോൾ കൊള്ളത്തില്ല, ഈ പമ്പിലെ പെട്രോൾ മോശമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ പറയുന്നതിനെ ഏറ്റുപാടുക ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. നമ്മൾ നമ്മുടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോവുക, ഈ പേപ്പർ ആവശ്യപ്പെടുക, ഫ്രീ ഓഫ് കോസ്റ്റ് അവർ നമുക്ക് തരണം. നമ്മൾ അതിനകത്ത് പെട്രോളിൻ്റെ ഡ്രോപ്സോ അല്ലെങ്കിൽ ഡീസലിൻ്റെ ഡ്രോപ്സോ ഒഴിച്ചു നോക്കുക. ക്ലീൻ ആണെങ്കിൽ പെട്രോൾ നല്ലതാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടായത്, നമുക്ക് തന്നെ നേരിട്ട് ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടുത്താവുന്നേ ഉള്ളത്. ഇനി ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ഈ വീഡിയോ ഇട്ടത്, ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഇട്ടതിൻ്റെ ആക്ച്വൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനൊരു ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ആളുകളിലേക്ക് ഇങ്ങനെ ടെസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്നുള്ളത് എത്തിക്കുക എന്നുള്ളത് മാത്രം ഉദ്ദേശമാണ്. പിന്നെ ഇത് ഉണങ്ങിയോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും വ്യത്യാസം വന്നോ എന്നുള്ള ചോദ്യം വന്നു. ഞാൻ അതിനു വേണ്ടി വീണ്ടും അന്നും എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള പെട്രോളാണ് കിട്ടിയത്. ആ പേപ്പറിൽ ഒരു പാടോ ഒരു സ്പോട്ടോ വന്നില്ല. എന്നിരുന്നാലും ഞാൻ വേറൊരു പമ്പിലും പോയി വീണ്ടും ഈ ടെസ്റ്റ് ഞാൻ ചെയ്തു. അവിടുത്തെ തൊട്ടടുത്തുള്ള വേറൊരു പമ്പിലും പോയി അവിടെയും ടെസ്റ്റ് ചെയ്തു. ആ വീഡിയോ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർത്ത് ഇടുന്നു. ഞാൻ ആ പമ്പിലെ മാനേജറായിട്ട് ചോദിച്ച ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. നമ്മുടെ അവകാശമാണിത്. ആ അവകാശം നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മളിങ്ങനെ നമ്മുടെ അവകാശങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടി വരത്തുള്ളൂ. സർക്കാർ മാത്രം വിചാരിച്ചതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ വ്യക്തികളും ഓരോ ഉപഭോക്താവും നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പോരാടാനും അല്ലെങ്കിൽ ശ്രമിക്കാൻ, അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്താനെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും കഷ്ടപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മിനിറ്റ്.
അപ്പോൾ ഇതുവഴി എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ? ഇതിനകത്ത് ഇതിലൂടെ നമുക്ക് എന്താ അറിയാൻ പറ്റും ഇതിനകത്ത് ആക്ച്വലി? എന്തെങ്കിലും ഇതിൻ്റെ കളറുകൾ മൊത്തം മാറി ഡ്രൈ ആവത്തില്ല. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ ചേർന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. വേറെ എന്താ അറിയേണ്ടത്? ഇതിൻ്റെ ഡെൻസിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ സംഭവം. നമുക്ക് രാവിലെ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യും. രാവിലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ടെമ്പറേച്ചറിലാണ് പറ്റത്തില്ല. പിന്നെ അത് എന്തൊക്കെ സാധനം മിക്സ് ചെയ്യാൻ പറ്റും? സപ്പോസ് ഇതിനകത്ത് പണ്ട് മണ്ണെണ്ണയായിരുന്നു, അപ്പോൾ ഇന്ന് മണ്ണെണ്ണയ്ക്ക് വില കൂടുതലാണ്. നമുക്കറിയത്തില്ല, ഡ്രൈ ആയി പോകുന്നുണ്ട്. അല്ല, പണ്ട് മണ്ണെണ്ണ മിക്സ് ചെയ്യുന്നു പറയുന്നത്. ഇന്ന് മണ്ണെണ്ണ വില കൂടുതലായതുകൊണ്ട് മണ്ണെണ്ണ മിക്സ് ചെയ്യത്തില്ല. വേറെ എന്തൊക്കെ മിക്സ് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയത്തില്ല. അല്ല, ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പെട്രോൾ വരുമ്പോഴേ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇത് ചെക്ക് ചെയ്തു, നമ്മൾ ഡെൻസിറ്റി അല്ല, ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നിന്ന് മിക്സ് ചെയ്ത് വരുവാണെങ്കിലോ പിന്നെ നിങ്ങളിൽ മോശം പെട്രോൾ എടുക്കുന്നില്ല ആൾക്കാർ പറയത്തുള്ളൂ. അല്ല, നമ്മളിവിടെ സാമ്പിൾ എടുത്ത് വെച്ചേക്കും. ഓക്കെ, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ആ സാമ്പിൾ ചെക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യാം. കംപ്ലീറ്റ് വൈറ്റ് ആയി അല്ലേ? അപ്പോൾ അതായത് ഇതിനകത്തൊന്നും മിക്സ് ചെയ്തിട്ടില്ല. ഈ പമ്പിൽ നല്ല ക്വാളിറ്റിയുള്ള പെട്രോളാണ് നമുക്ക് ടെസ്റ്റിൽ കാണാൻ കഴിഞ്ഞത്. യാതൊരു വിധമായിട്ടുള്ള പൊടിപടലങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേരാത്ത നല്ല പെട്രോളാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൂടാതെ എല്ലാ പെട്രോൾ പമ്പിലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാറ്റടിച്ച് വണ്ടിക്കകത്ത് ടയറിൽ കാറ്റടിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം, കുടിവെള്ളം കിട്ടണം, പിന്നെ വാഷ്റൂം ഉണ്ടാവണം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ പരാതിപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഏത് മേഖലയിൽ നിന്നും സർവീസ് ആയാലും ഗുഡ്സ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായാൽ അത് എങ്ങനെ പരാതിപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ എളുപ്പമായിട്ടുള്ള വഴി നമുക്ക് എല്ലാവരുടെയും മൊബൈലിൽ തന്നെ അവൈലബിൾ ആക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടൻ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാവരും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലിടുക. ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. എനിക്കറിയാവുന്നത് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു.